നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഇന്ത്യ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് കേട്ടോ. അപ്പോൾ 2020 മുതൽ 2022 വരെയുള്ള ഏകദേശം പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മളൊരു 5-6 ക്ലാസ്സുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരു ക്ലാസ്സിലൊരു ചിലപ്പോൾ ഒരു 10-50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷെ നമ്മൾ പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം പഠിച്ച് തീർത്ത ശേഷം മാത്രമേ മുന്നോട്ട് പോകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ക്ലാസ്സിലേക്ക് തന്നെ കിടക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതിനു മുന്നേ നമുക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇന്നത്തെ പത്രം വായിച്ചവർക്ക് അറിയായിരിക്കും നമ്മുടെ പുതിയ കരസേനാ മേധാവി. ഒന്ന് ശ്രദ്ധിക്കുക, കരസേന. ഓക്കെ, കരസേന മേധാവി നിങ്ങൾ കണ്ടതാണോ? അപ്പോൾ കരസേന മേധാവിയുടെ പേരെന്താണ്? പുതിയ കരസേന മേധാവിയുടെ പേരെന്താണ്? ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മുടെ ലഫ്റ്റനന്റ് ജനറൽ. ഓക്കെ, ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ എന്നാണ് കേട്ടോ. മനോജ് പാണ്ഡെ. ഓക്കെ, അപ്പോൾ നമ്മുടെ പുതിയ കരസേനാ മേധാവിയുടെ പേരെന്താണ്? ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ എന്നാണ് പുതിയ കരസേനാ മേധാവിയുടെ പേര്. ഓക്കെ അല്ലേ? അപ്പോൾ അതൊന്ന് അറിഞ്ഞു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാമല്ലോ. കാഴ്ച പരിമിതി ഉള്ളവർക്കായിട്ട് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് സഹായിക്കുന്ന ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ നമ്മുടെ RBIയുടെ പുതിയ ആപ്ലിക്കേഷന്റെ പേര് എന്തെന്നാണ് ചോദ്യം ശ്രദ്ധിക്കുക. കാഴ്ച പരിമിതി ഉള്ളവർക്ക് പുതിയ കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടി സഹായിക്കുന്ന ഇന്ത്യൻ റിസർവ് ബാങ്കിന്റെ ആപ്ലിക്കേഷൻ ഏതെന്നാണ് ചോദ്യം. അറിയാമോ ആർക്കെങ്കിലും ഏതാണ് ആപ്ലിക്കേഷൻ എന്ന് ആർക്കെങ്കിലും അറിയാമോ? എന്താണ് ആപ്ലിക്കേഷന്റെ പേര്? മണി എന്നാണ് കേട്ടോ. MANI എന്നാണ്. മണി എന്നാണ് ആപ്ലിക്കേഷന്റെ പേര്. MONEY അല്ല, MANI എന്നാണ് ഈ മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ പേര്. ഇതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയാമോ? ഒന്ന് ശ്രദ്ധിക്കാം. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്നാണ്. മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ. ഓക്കെ അല്ലേ? അപ്പോൾ മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ അല്ലെങ്കിൽ മണി എന്നാണ് ഈ ഒരു ആപ്ലിക്കേഷന്റെ പേര്. ഇതെന്തിനാണ് സഹായിക്കുന്നത്? കാഴ്ച പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ആപ്ലിക്കേഷന്റെ പേര് ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? നമ്മുടെ മണി അല്ലെങ്കിൽ മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ കരസേനാ മേധാവിയുടെ പേര് പറഞ്ഞു, ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ എന്നാണ്. അതുപോലെ തന്നെ റിസർവ് ബാങ്കിന്റെ പുതിയ ആപ്ലിക്കേഷനാണ്. കാഴ്ച പരിമിതി ഉള്ളവർക്ക് കറൻസി നോട്ടുകൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് എന്ത്? മൊബൈൽ എയ്ഡഡ് നോട്ട് ഐഡന്റിഫയർ എന്ന് പറയുന്ന മണി ആപ്ലിക്കേഷൻ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. പ്രസിദ്ധമായ ലായ് ഹറോബ ഉത്സവം അരങ്ങേറുന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അറിയാമോ? ലായ് ഹറോബ ഉത്സവം കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ ത്രിപുരയിലാണ്. എവിടെയാണ്? ത്രിപുരയിലാണ് ലായ് ഹറോബ എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത്. അപ്പോൾ പ്രസിദ്ധമായ ലായ് ഹറോബ ഉത്സവം നടക്കുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ ത്രിപുരയാണെന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ അല്ലേ? അപ്പോൾ ത്രിപുര സംസ്ഥാനത്തിലാണ് ലായ് ഹറോബ എന്ന് പറയുന്ന ഉത്സവം നടക്കുന്നത്. സംശയമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് പഠിച്ചാൽ മതി, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് തന്നെ പോകണം. ആ ഒരു നിർബന്ധം മാത്രമേ എനിക്കുള്ളൂ. അടുത്തത് ശ്രദ്ധിച്ചേ. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ വെച്ചെന്നാണ് ചോദ്യം. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിലാണ്. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടന്നത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? നമുക്കറിയാം അത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിലാണ് അല്ലേ? അപ്പൊ ന്യൂഡൽഹിയിലാണ് എന്ത് നടക്കുന്നത്? നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടക്കുന്ന എവിടെ വെച്ചാണ്? അത് ന്യൂഡൽഹിയിൽ വെച്ചാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങൾ അതുപോലെ തന്നെ സൈബർ ക്രൈം എന്നീ നിയമങ്ങളിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ സേഫ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ചോദ്യം. അപ്പോൾ എന്തിനൊക്കെയാണ്? നമ്മുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും അതുപോലെ തന്നെ സൈബർ ക്രൈം നിയമങ്ങളും എന്നിവയിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് സൈബർ സേഫ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം കൊണ്ടുവന്ന സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരു കാര്യം ആലോചിച്ചാൽ മതി. ഏറ്റവും കൂടുതൽ കുട്ടികളെ കടത്തിക്കൊണ്ടു പോകുന്നതും അതുപോലെ തന്നെ വിമൻസിന്റെ പേരിലുള്ള പ്രശ്നങ്ങളും അതിക്രമങ്ങളും ഏറ്റവും കൂടുതൽ ഉള്ളത് എവിടെയാണ്? മഹാരാഷ്ട്ര, നമ്മുടെ ബോംബെ അങ്ങനത്തെ ഏരിയാസിലാണ് അല്ലേ? അപ്പൊ നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ ഇത് നടക്കുന്നത് എവിടെ വെച്ചാണ്? മഹാരാഷ്ട്ര എന്ന് പറയുന്ന സംസ്ഥാനത്താണ്. ഓക്കെ അല്ലേ? അപ്പോൾ മഹാരാഷ്ട്രയിലാണ് എന്ത് ചെയ്യുന്നത്? സൈബർ സേഫ് ഇനിഷ്യേറ്റീവ്. എന്തിനാണ്? സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും സൈബർ ക്രൈം നിയമങ്ങളും എന്നിവയിൽ ബോധവൽക്കരണം വരുത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു മഹാരാഷ്ട്ര സർക്കാർ ഈ സൈബർ സേഫ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന പ്രോഗ്രാം കൊണ്ടുവരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടക്കുന്ന എവിടെ വെച്ചാണ്? അത് ന്യൂഡൽഹിയിൽ വെച്ചാണ്. എന്നാൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും സൈബർ ക്രൈം നിയമങ്ങളും എന്നിവയിൽ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട്
ചോദിച്ചിട്ടുണ്ട്. സൈബർ സേഫ് ഇനിഷ്യേറ്റീവ് നടത്തുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് മഹാരാഷ്ട്രയാണ് എന്നത് അറിഞ്ഞിരിക്കുക. സംശയമില്ലല്ലോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. ആമകൾക്കായിട്ട് പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതാണ് ചോദ്യം. ആമകൾ, നമ്മുടെ ടോർട്ടോയ്സ് ഉണ്ടല്ലോ, ആമകൾ. അപ്പോൾ ഈ ആമകൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതെന്നാണ് ചോദ്യം. അറിയാമോ? ആമകൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? ഓക്കെ, ആമ എന്ന് പറയുന്ന ഒരു ജീവിയല്ലേ. അതുപോലെ തന്നെ വേറൊരു ജീവിയാണ് എന്ത്? തേനീച്ച, ബി അല്ലേ. അപ്പോൾ ബി എന്ന് പറയുന്നത് അല്ലെങ്കിൽ തേനീച്ച എന്ന് പറയുന്നത് എന്താണ്? ഒരു ജീവിയല്ലേ. അപ്പോൾ നമുക്ക് ബീഹാർ എന്ന് കൊടുക്കാം കേട്ടോ. ബീഹാർ. പഠിക്കാൻ വേണ്ടി എന്ത് പൊട്ടത്തരം വേണമെങ്കിലും നമുക്ക് പറയാം, ഒരു കുഴപ്പമില്ല. അപ്പോൾ ആമയും തേനീച്ചയും തമ്മിലൊരു ബന്ധമില്ല, ബീഹാറും ബിയും തമ്മിലൊരു ബന്ധമില്ല അല്ലേ. പക്ഷെ നമുക്ക് ലിങ്ക് ചെയ്യാനായിട്ട് എന്തെങ്കിലും വെച്ച് പഠിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ കറണ്ട് അഫയേഴ്സ് ആയതുകൊണ്ട് തന്നെ വിട്ടുപോകാനായിട്ട് ചെറിയ സാധ്യതയുണ്ട്. ഞാനിവിടെ ഹെഡിങ് കേരളം എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ ഇന്ത്യയുടേതാണ് കേട്ടോ. അപ്പോൾ ആമകൾക്കായിട്ട് പുനരധിവാസ കേന്ദ്രം ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ബീഹാറാണ്. ബീഹാറാണ്. അപ്പോൾ ആമയൊരു ജീവിയാണ്, ഈ ബിയും ഒരു ജീവിയാണ് അല്ലേ. ബി അല്ലെങ്കിൽ തേനീച്ച എന്ന് പറയുന്നത് ഒരു ജീവി തന്നെയാണ്. നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ലിങ്ക് ചെയ്ത് പഠിച്ചിരുന്നാൽ മതി, നിങ്ങൾക്ക് ഉത്തരം കിട്ടിയാൽ പോരെ. അടുത്തത് ശ്രദ്ധിക്കാം. ISROയുടെ ബൃഹത് പദ്ധതിയായിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെന്റർ സ്ഥാപിക്കുന്നത് എവിടെയെന്നാണ് ചോദ്യം. ISROയുടെ ബൃഹത് പദ്ധതിയായിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അറിയാമോ? എവിടെയാണ് ISROയുടെ ഈ ഒരു വലിയൊരു പ്രോഗ്രാം ആയിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്നത്? ഏത് സംസ്ഥാനത്ത്, ഏത് ജില്ലയിൽ, ഏത് സ്ഥലത്താണെന്നാണ് ചോദ്യം. എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അറിയാമോ? ഇത് കർണാടകയിലാണെന്ന് അറിഞ്ഞിരിക്കുക ആദ്യം. ഇത് കർണാടകയിലാണ് ഈ ഒരു സ്ഥലം വരുന്നത് എന്നൊന്ന് അറിഞ്ഞിരിക്കുക. ഈ കർണാടകയിൽ ചല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എന്താണ് സ്ഥലത്തിന്റെ പേര്? നല്ല അടിപൊളി പേരാണ്. എന്താണ്? ചല്ലക്കര. ഒന്ന് ശ്രദ്ധിക്കുക. ചല്ലക്കര. ഓക്കെ, അപ്പോൾ ചല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ISROയുടെ ഈ ഒരു വലിയൊരു പ്രോഗ്രാം ആയിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സ്ഥാപിക്കുന്ന എവിടെയാണ്? നമ്മുടെ കർണാടകയിലെ ചല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. കർണാടകയിലെ ചല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ അല്ലേ? അപ്പോൾ ആമകൾക്കായിട്ടുള്ള പുനരധിവാസ കേന്ദ്രം വരുന്നത് ബീഹാറിലാണ്. ISROയുടെ ബൃഹത് പദ്ധതിയായിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെന്റർ സ്ഥാപിക്കുന്ന എവിടെയാണ്? അത് കർണാടകയിലെ ചല്ലക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ സംശയമുണ്ടോ? ഞാൻ ഒന്നും കൂടി വേണമെങ്കിൽ പറഞ്ഞുതരാം. എന്താണ് പറഞ്ഞത്? ഒന്ന് പറഞ്ഞത് നമ്മുടെ റിസർവ് ബാങ്കിന്റെ കാര്യം. റിസർവ് ബാങ്കിന്റെ മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷന്റെ കാര്യം. എന്തിനാണ്? കാഴ്ച പരിമിതി ഉള്ളവർക്ക് നോട്ട് ഐഡന്റിഫൈ ചെയ്യാനാണ് ഈ മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നത്. അതുപോലെ തന്നെ കരസേനാ മേധാവിയുടെ പേരാണെന്ത്? ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ. ഇത് ഇന്നത്തെ കറണ്ട് അഫയർ ആണ്. ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ഇന്നെന്ന് പറയുന്ന ഡേറ്റ് എത്രയാണ്? 19 ആണ് കേട്ടോ. അപ്പോൾ 19-ാം തീയതി രാവിലെ എടുക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് പത്രത്തിൽ വന്നാണ് എന്ത്? കരസേനാ മേധാവിയായിട്ട് ലഫ്റ്റനന്റ് ജനറൽ മനോജ് പാണ്ഡെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെന്ന്. അതുപോലെ തന്നെ പ്രസിദ്ധമായ ലായ് ഹറോബ ഉത്സവം അരങ്ങേറുന്ന സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് ത്രിപുരയാണ്. ലായ് ഹറോബ ത്രിപുരയിലാണ്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് ഫെയർ നടക്കുന്ന എവിടെയെന്ന് വെച്ചാൽ അത് ന്യൂഡൽഹിയിലാണ് വേൾഡ് ബുക്ക് ഫെയർ. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും അതുപോലെ തന്നെ സൈബർ നിയമങ്ങളിലെ ബോധവൽക്കരണം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ മഹാരാഷ്ട്ര സർക്കാർ കൊണ്ടുവന്ന പ്രോഗ്രാമാണ് എന്ത്? സൈബർ സേഫ് ഇനിഷ്യേറ്റീവ് എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ആമകൾക്കായിട്ടുള്ള പുനരധിവാസ കേന്ദ്രം വരുന്നത് ബീഹാറിലാണെന്ന് പറഞ്ഞു. ISROയുടെ പ്രസിദ്ധമായിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെന്റർ വരുന്ന എവിടെയാണ്? അത് കർണാടകയിലെ ചല്ലക്കരയിലാണ്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയ പേര് ഏതാണ്? സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയ പേര് ഏതാണെന്ന് വെച്ചാൽ അത് ഏതാണ്? ഗഗനയാൻ എന്നല്ലേ? അറിഞ്ഞൂടെ അത്? ഗഗൻയാൻ എന്നല്ലേ? ഗഗൻയാൻ. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയ പേര് ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഗഗനയാനാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇന്ത്യൻ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയ പേരെന്താണ്? ഗഗനയാനാണെന്ന് ഒന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. എന്തിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽ പെടുമെന്ന് 2020 സുപ്രീം കോടതി നിരീക്ഷിച്ചത്? അപ്പോൾ നമ്മൾ ഈ ചോദ്യം പല ക്വസ്റ്റ്യൻസിലും കണ്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പോൾ എന്തിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുത്താം എന്ന് നമ്മുടെ 2020 സുപ്രീം കോടതി നിരീക്ഷിച്ചെന്നറിയാമോ? ആർട്ടിക്കിൾ ഞാനെന്ന് പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 19(1) അനുസരിച്ചാണ്, അല്ലെങ്കിൽ 19(1)നകത്താണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം ഇനി ഉൾപ്പെടുത്താനായിട്ട് പോകുന്നത്. എന്താണത്? ഇന്റർനെറ്റിന്റെ ലഭ്യത ആണ് കേട്ടോ. അപ്പോൾ എന്തിന്റെയാണ്? ഇന്റർനെറ്റിന്റെ ലഭ്യത അല്ലേ? അപ്പോൾ ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് കേട്ടോ. ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് എന്ത് ചെയ്യുന്നത്? 2020 സുപ്രീം കോടതി പറഞ്ഞത് എന്താണ്? മൗലികാവകാശങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താമെന്ന് പറഞ്ഞത് ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ യൂസ് ഓഫ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിനകത്ത് ഒരു വന്നൊക്കെയാണ് അല്ലേ? അപ്പോൾ എന്തിന്റെ ലഭ്യതയാണ്? ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുത്തുമെന്ന് നമ്മുടെ 2020 സുപ്രീം കോടതി പറഞ്ഞത് ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ് എന്നൊന്ന്
എന്നെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം പുനർനാമകരണം ചെയ്യുന്നത് ഏത് പേരിലാണ്? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം പുനർനാമകരണം ചെയ്യുന്നത് ഏത് പേരിലാണെന്ന് ചോദിച്ചാൽ ഏത് പേരിൽ, അല്ലെങ്കിൽ പുനർനാമകരണം ചെയ്തത് ഏത്, അല്ലെങ്കിൽ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന പുനർനാമകരണം ചെയ്യുന്നത് ഏത് തുറമുഖമാണെന്നാണ് ചോദ്യം കേട്ടോ. അപ്പോൾ ഏത് തുറമുഖത്തിനാണ് നമ്മൾ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്യുന്നതെന്ന് അറിയാമോ? കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് ആണ്. എന്താണ്? കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് ആണ് കേട്ടോ. കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിനെയാണ് നിലവിലിപ്പോൾ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന പേരിൽ പുനർനാമകരണം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിനെ എന്താണ് അറിയപ്പെടുന്നത്? നമുക്ക് ഇനി തൊട്ട് അറിയപ്പെടുന്നത് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന പേരിലായിരിക്കും. അടുത്ത ചോദ്യം. ഫ്രഞ്ച് ഗയാനയിലെ കുറുവിയിൽ നിന്ന് ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് എന്തെന്നാണ് ചോദ്യം. അറിയാമോ? ഫ്രഞ്ച് ഗയാനയിലാണ്, ഇവിടുത്തെ അല്ല, ഫ്രഞ്ച് ഗയാനയിലെ കുറുവി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇന്ത്യ വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹത്തിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ആർക്കെങ്കിലും അറിയാമോ എന്താണെന്ന്? അത് GSAT ആണ് കേട്ടോ. GSAT 30 എന്നാണ്. ഓക്കെ, അപ്പോൾ GSAT 30 എവിടെ നിന്നാണ് വിക്ഷേപിച്ചത്? ഫ്രഞ്ച് ഗയാനയിലെ കുറുവയിൽ നിന്നാണ്. ഈ GSAT 30 എന്ത് തരം ഉപഗ്രഹമാണ്? ഇതൊരു വാർത്താവിനിമയ ഉപഗ്രഹമാണ് എന്നാണ് അറിഞ്ഞിരിക്കുക. വാർത്താവിനിമയ ഉപഗ്രഹമാണ്, കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ളതാണിത്, നമ്മുടെ GSAT 30. ഓക്കെ അല്ലേ? അപ്പോൾ കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിന് അറിയപ്പെടുന്ന പേരെന്തായിരിക്കും? ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്നായിരിക്കും. അതുപോലെ തന്നെ എന്തിന്റെ ലഭ്യതയാണ് മൗലിക അവകാശങ്ങളുടെ ഗണത്തിൽപ്പെടുമെന്ന് സുപ്രീം കോടതി പറഞ്ഞത്? ആർട്ടിക്കിൾ 19A അനുസരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ 19(1) അനുസരിച്ചുകൊണ്ട് ഇന്റർനെറ്റിന്റെ ലഭ്യതയാണ്. ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് പദ്ധതിക്ക് നൽകിയ പേര് ഗഗനയാൻ എന്നാണ് അല്ലേ? ആമകൾക്കാറ്റ് പുനരധിവാസ കേന്ദ്രം ബീഹാർ. ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെന്റർ സ്ഥാപിക്കുന്ന എവിടെയാണ്? നമ്മുടെ കർണാടകയിലെ ചല്ലക്കരയാണ് എന്നെന്ന് അറിഞ്ഞിരിക്കുക. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ നിർമ്മിതി ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓഫ് ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തണമെങ്കിൽ അത് ഏതായിരിക്കും? സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ? സ്റ്റാച്യു ഓഫ് യൂണിറ്റി നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമയാണ്. ഓക്കെ, സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഇന്ത്യയിലെ നിർമ്മിതി ഏതെന്ന് ചോദിച്ചാൽ അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് എന്നെന്ന് അറിഞ്ഞിരിക്കുക. സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ് കേട്ടോ. അടുത്ത ചോദ്യം ശ്രദ്ധിക്കുക. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിത ആരെന്നാണ് ചോദ്യം. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിത ആരെന്ന് ചോദിച്ചാൽ ആരെന്നറിയാമോ? പേരറിയാമോ? ടാനിയ ഷെർഗിൽ എന്നാണ്. ടാനിയ ഷെർഗിൽ എന്നാണ്. ഓക്കെ, ഷെർഗിൽ എന്നാണ് കേട്ടോ. ടാനിയ ഷെർഗിൽ എന്നാണ് പേര്. ഓക്കെ അല്ലേ? അപ്പോൾ എന്താണ്? നമ്മുടെ റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിത ആരാണ്? ടാനിയ ഷെർഗിലാണ് എന്നെന്ന് അറിഞ്ഞിരിക്കുക. ടാനിയ ഷെർഗിലാണ്. ഓക്കെ, ടാനിയ ഷെർഗിൽ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേ. ഇന്ധന സംരക്ഷണത്തിന്റെ ബോധവൽക്കരണാർത്ഥം എന്താണ്? ഇന്ധന സംരക്ഷണത്തിന്റെയാണ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ഇന്ധന സംരക്ഷണത്തിന്റെ ബോധവൽക്കരണാർത്ഥം കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടിയുടെ പേര് എന്താണെന്നാണ് ചോദ്യം. ആർക്കെങ്കിലും അറിയാമോ എന്താണെന്ന്? സാക്ഷം എന്നാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടില്ലേ സാക്ഷം എന്ന് പറയുന്ന പദ്ധതി? എന്താണ് ഇതിന്റെ ലക്ഷ്യം? എന്താണ്? ഇന്ധന സംരക്ഷണമാണ് കേട്ടോ. അപ്പോൾ ഇന്ധന സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? സാക്ഷം എന്നാണെന്ന് അറിഞ്ഞിരിക്കുക. സാക്ഷം. ഇന്ധന സംരക്ഷണം ലക്ഷ്യമിട്ടുകൊണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടിയാണെന്ത്? സാക്ഷം. ഓക്കെ, അപ്പോൾ നമുക്ക് 2-3 ചോദ്യങ്ങൾ പഠിച്ചങ്ങ് നിർത്താം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് നിയമസഭാ സമിതി ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? നിയമസഭാ സമിതി ഒഴിവാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഏത് സംസ്ഥാനമാണ് നിയമസഭാ സമിതി ഒഴിവാക്കുവാൻ തീരുമാനിച്ചതെന്ന് അറിയാമോ? എന്തെങ്കിലും ഐഡിയ? ഏത് സംസ്ഥാനമാണ് നിയമസഭാ സമിതിയെ ഒഴിവാക്കുവാൻ തീരുമാനിച്ചത്? അത് തെലങ്കാനയാണ്. ഒന്ന് ശ്രദ്ധിക്കണം. തെലങ്കാനയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? തെലങ്കാനയാണ് നിയമസഭാ സമിതിയെ ഒഴിവാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ അത് തെലങ്കാനയാണ് കേട്ടോ. തെലങ്കാനയാണ് നിയമസഭാ സമിതിയെ ഒഴിവാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണെന്ന് അറിഞ്ഞിരിക്കുക. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ഗഗനയാന്റെ പരീക്ഷണ പറക്കലിനെ വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്നാണ് ചോദ്യം. എന്താണ്? മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള പദ്ധതി ഇന്ത്യയുടെ ദൗത്യമാണെന്ത്? ഗഗനയാൻ അല്ലേ? അപ്പോൾ ഈ ഗഗനയാന്റെ പരീക്ഷണ പറക്കലിന് വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരു റോബോട്ടുണ്ട്. ആ റോബോട്ടിന്റെ പേര് എന്താണെന്നാണ് ചോദ്യം. ആർക്കെങ്കിലും അറിയാമോ? എന്താണ്? വ്യോമമിത്ര എന്നാണ്. ഒന്ന് ശ്രദ്ധിക്കുക. വ്യോമമിത്ര എന്നാണ് ആ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ അവസാനം പഠിച്ച ചോദ്യങ്ങൾ ആ ഒരു ലിസ്റ്റ് ഞാൻ ഒന്നുകൂടി പറയാണ്.
നമ്മൾ ആദ്യം പറഞ്ഞ എന്തായിരുന്നു, നമ്മുടെ റിസർവ് ബാങ്ക് പുറത്തിറക്കിയ ആപ്ലിക്കേഷൻ്റെ പേര് മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ. അല്ലെങ്കിൽ എന്തിനാണ്, കാഴ്ചശക്തി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് മണി എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വരുന്നത്. പിന്നെ ലായ് ഹറോബ ഉത്സവം നടക്കുന്നത് ത്രിപുരയിലാണെന്ന് പറഞ്ഞു. നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ 2020 വേൾഡ് ബുക്ക് സെന്റർ ഫെയർ നടക്കുന്നത് ന്യൂഡൽഹിയിലാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളും സൈബർ ക്രൈം നിയമങ്ങളും എന്നിവയിൽ ബോധവൽക്കരണം വരുത്താനായിട്ട് സൈബർ സേഫ് ഇനിഷ്യേറ്റീവ് ആരംഭിച്ചത് മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞു. ആമകൾക്ക് വേണ്ടിയിട്ടുള്ള പുനരധിവാസ കേന്ദ്രം എവിടെയാണ് വരുന്നത്, അത് ബീഹാറിലാണ്. ISROയുടെ പദ്ധതിയായിട്ടുള്ള ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് ഇൻഫ്രാസ്ട്രക്ചർ സെന്റർ വരുന്നത് എവിടെയാണ്, അത് കർണാടകയിൽ ചല്ലക്കരയിലാണ്. പിന്നെ പറഞ്ഞ എന്താണ്, ഇന്ത്യയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റിന് നൽകിയിട്ടുള്ള പേരെന്താണ്, ഗഗനയാൻ എന്നാണ് നമുക്കറിയാം. അപ്പോൾ അതുപോലെ തന്നെ ഇന്റർനെറ്റിന്റെ ലഭ്യത എന്താക്കിയിട്ടുണ്ട്, മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് 2020 സുപ്രീം കോടതി പറയുന്നത് 19(1) അനുസരിച്ചാണ് കേട്ടോ. പിന്നെ ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം എന്ന് പുനർനാമകരണം ചെയ്യുന്നത് കൊൽക്കത്ത പോർട്ട് ട്രസ്റ്റിനാണെന്ന് കൂടി അറിഞ്ഞിരിക്കുക. ഫ്രഞ്ച് ഗയാനയിലെ കുറുവിയിൽ നിന്ന് വിക്ഷേപിച്ച വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണെന്ന് വെച്ചാൽ അത് ജിസാറ്റ് 30 ആണ്. പിന്നെ ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിലെ 8 അത്ഭുതങ്ങളിൽ ഉൾപ്പെടുത്തിയ ഇന്ത്യയിലെ നിർമ്മിതി ഏതെന്ന് വെച്ചാൽ അത് സ്റ്റാച്യു ഓഫ് യൂണിറ്റി ആണ്. റിപ്പബ്ലിക് ദിന പരേഡിൽ വനിതകൾ മാത്രമടങ്ങിയ സംഘത്തെ നയിച്ച ആദ്യത്തെ വനിത എന്ന് വെച്ചാൽ അത് ടാനിയ ഷെർഗിലാണ്. പിന്നെന്ത് പറഞ്ഞു, ഇന്ധന സംരക്ഷണത്തിന്റെ ബോധവൽക്കരണാർത്ഥം കേന്ദ്ര സർക്കാർ ആരംഭിച്ച പരിപാടിയാണെന്ത്, സാക്ഷം എന്ന് പറഞ്ഞു. നിയമസഭാ സമിതി ഒഴിവാക്കുവാൻ തീരുമാനിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമായ ഗഗനയാന്റെ പരീക്ഷണ പറക്കലിന് വികസിപ്പിച്ചെടുത്ത ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരെന്താണെന്ന് പറഞ്ഞു, വ്യോമമിത്ര എന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ, വ്യോമമിത്ര എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് വളരെയധികം ഫലപ്രദമായി എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടമായി അല്ലെങ്കിൽ യൂസ് ആയി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളെ കൂടി ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു വീഡിയോയും ക്ലാസ്സും ഒക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ഗുഡ് ബൈ.